കൃഷ്ണ ഗുരുവായൂരപ്പ, ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് നാളത്തെ കല്യാണത്തിൻ്റെ കാര്യമാണ് കേട്ടോ. എന്താ 357 കല്യാണമാണ് നാളെ. പിന്നെ അതിപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ ആ സമയത്തിൻ്റെ ഉള്ളിൽ വന്നിട്ട് 10 മിനിറ്റ് മുൻപ് വരെ വന്നാലും അത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എത്ര ഉണ്ടാവും? 360, 370, 375 ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക. നാളെ പല കാര്യങ്ങളും അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കല്യാണക്കാരുടെ വിഷയം പറയാം ആദ്യം തന്നെ. തെക്കേ നട വഴി പട്ടറികുളത്തിൻ്റെ അവിടെയാണ് ക്യൂ ഉണ്ടാവുക. ആ ക്യൂ കഴിഞ്ഞാൽ അവിടുന്ന് ഓരോരുത്തരായിട്ട് ഓരോ ടീമിനായിട്ട് മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലേക്ക് ചെല്ലും. അത് കഴിഞ്ഞാൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നിന്നാണ് ഓരോ ടീമിനെ വിടുക. 6 മണ്ഡപം സജ്ജീകരിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര ഉണ്ടാവുന്നത്. 6ലും കോയിമ്മമാരുണ്ടാവും. ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതുപോലെ 2 സെക്ഷനായിട്ട് ഇവർ, അതായത് വാദ്യക്കാരുണ്ടാവും. മറ്റേ അത്ര വാദ്യക്കാരുണ്ടാവില്ല. ഇപ്രാവശ്യം 2 സെക്ഷനായിട്ട് വാദ്യക്കാർ ഉണ്ടാവും. അപ്പോൾ എല്ലാ സജ്ജീകരണം ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ പറഞ്ഞ പോലെ ഓരോ ടീമിനായിട്ട് അങ്ങോട്ട് കടത്തിവിടുക. പിന്നെ വരനും വധുവും അത് കഴിഞ്ഞാൽ, കല്യാണം കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് കിഴക്ക് ഭാഗത്തു നിന്ന് കല്യാണം കഴിഞ്ഞ് തെക്ക് വശത്തേക്ക് തന്നെയാണ് വരേണ്ടത്. അതിലൂടെ തന്നെയാണ് അവർക്ക് തിരിച്ചും പോകാനുള്ളത്. അല്ലാതെ പുറത്തൊന്നും പോയിട്ട് ചുറ്റിയിട്ട് ഫോട്ടോ എടുക്കാനൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണ് ഇപ്പോൾ സജ്ജീകരണം ചെയ്തിട്ടുള്ളത്. കാരണം അത്രയും തിരക്കുണ്ടാവുക കാരണമാണത് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ദീപസ്തംഭത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് ഇനിയിപ്പോൾ ഉള്ളിൽ കടക്കാൻ പറ്റിയില്ലെങ്കിലും ദീപസ്തംഭത്തിൻ്റെ അവിടെ നിന്ന് തൊഴാം എന്നുള്ള പ്രതീക്ഷ ഉണ്ടാവും. പക്ഷെ അതും കുറച്ച് ബുദ്ധിമുട്ടാണ്. കിഴക്കേ നടയിലെ ക്യൂവിലൂടെ വേണം. അതിന് സെപ്പറേറ്റായിട്ട് ക്യൂ ഉണ്ടാവും. എന്നിട്ട് അവിടെ നിന്ന് നേരെ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്ന് തൊഴുത് തെക്കേ നടയിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ അവിടെ നിന്ന് കൂടി നിന്നിട്ട് തൊഴാൻ പറ്റാൻ സാധ്യത ഇല്ല എന്നർത്ഥം. കാരണം അത്രയും തിരക്കുണ്ടാവും. അതുപോലെ കല്യാണക്കാർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനൊക്കെ 3 മൾട്ടി ലെവൽ പാർക്കിംഗ് ഉണ്ടെങ്കിൽ കൂടി, കിഴക്കേ നടയിലും തെക്കേ നടയിലും ഒക്കെ ഉണ്ടെങ്കിൽ കൂടി, അത് കൂടാതെ ശ്രീകൃഷ്ണ സെക്കൻഡറി സ്കൂളിലെ മൈതാനവും ഉപയോഗിക്കാം എന്നാക്കിയിട്ടുണ്ട്, മമ്മിയൂർ അമ്പലത്തിൻ്റെ അവിടെ ഉള്ളത്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളുക. പിന്നെ ദർശനക്രമത്തിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. രാവിലെ നാളെ ഇപ്പോൾ, അതായത് കല്യാണം തുടങ്ങുന്നതന്നെ 4 മണിക്കാണ്. സാധാരണ 5 മണിക്കാണ് ഉണ്ടാവുക. 4 മണി തൊട്ടിട്ട്, രാവിലെ 4 മണി തൊട്ടിട്ട് കല്യാണം തുടങ്ങും. 6 മണ്ഡപത്തിലും തുടങ്ങും. അതേപോലെ ദർശനത്തിന് നിർമാല്യത്തിൻ്റെ അപ്പം മുതൽ ആ ക്യൂ, അതേപോലത്തെ ക്യൂ നേരെ കൊടിമരം വഴിയാണ് വിടുക. ഫ്ലൈ ഓവർ കയറേണ്ടതില്ല. നേരെ ആ തിരക്ക് അങ്ങനെ വരിക. പിന്നെ വടക്കേ നടയിലൂടെ ദർശനം നടത്തി, അതായത് വടക്കേ നടയിലൂടെ ഉള്ളിലേക്ക് കയറിയിട്ട് ദർശനം നടത്തി തെക്കേ നടയിൽ തിടപ്പള്ളി കൂടെ കയറിയിട്ട് നമ്മളെ തെക്കേ നടയിലൂടെയാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോരേണ്ടത്. കൂവളത്തിൻ്റെ അവിടേക്കാണ് കടത്തിവിടുക. അല്ലാതെ പടിഞ്ഞാറ് നടയിലും കിഴക്കേ നടയിലും ഭഗവതി ഘട്ടിലൊന്നും പുറത്തേക്ക് പോരാനുള്ള സൗകര്യം ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാവരും പോകുന്നത് ഒക്കെ നല്ലതാണ്. ഞായറാഴ്ചയാണ്, പ്രത്യേകം നല്ല തിരക്കുണ്ടാവും. അതിൻ്റെ അപ്പുറം ഇത്രയും തിരക്ക് കൂടുതലുമാണ്. അപ്പോൾ അതൊന്ന് എല്ലാവരും ശ്രദ്ധിച്ചോളുക. ദർശനങ്ങളൊക്കെയാണ് ഇങ്ങനെ കൊടിമരം വഴിയാണ് എല്ലാവരും വിടുന്നത്. പ്രത്യേകം പറയാനുള്ളത്, ശയനപ്രദക്ഷിണം ഉണ്ടാവില്ല, അടിപ്രദക്ഷിണം ഉണ്ടാവില്ല. ചുരുക്കത്തിൽ നമുക്കൊന്ന് ചുറ്റിത്തൊഴണമെങ്കിൽ പോലും ചിലപ്പോൾ സാധ്യത കുറയും. കാരണം അങ്ങനെ ആകുമ്പോൾ മറ്റുള്ളവരവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഇതാണ് കാര്യമായ വിവരങ്ങൾ. കാരണം ഇത്രയും വിവാഹം ആദ്യമായിട്ട് തന്നെയാണ് അവിടെ ഉണ്ടാവുന്നത്. അതിന് ദേവസ്വം ഒരുപാട് ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നാണ് ചെയർമാൻ പറഞ്ഞത്. അവിടെ എന്താണെന്ന് വെച്ചാൽ കുറേ പോലീസുകാരെ എക്സ്ട്രാ വെച്ചിട്ടുണ്ട്, സെക്യൂരിറ്റിക്കാരുണ്ട്. എന്നാലും ഭക്തരുടെ സഹകരണം അത്യാവശ്യമാവും. കാരണം അതേപോലെ നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ, നമ്മളെ മേലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത്രയും പൂഴിയിട്ടാൽ ഉതരില്ല എന്നൊക്കെ പറയും. ആ ഒരു അവസ്ഥയുണ്ടാവുക. അത്രയും തിരക്കാവും. ജനസഹസ്രങ്ങളാണ് വരിക. ഒന്നാമത് ഞായറാഴ്ച. പിന്നെ ഈ പറഞ്ഞ മാതിരി ഈ ചിങ്ങത്തിലെ ഏറ്റവും കൂടുതൽ നല്ല മുഹൂർത്തമുള്ള ആ ഒരു ദിവസമാണ്. ചോതി നക്ഷത്രമൊക്കെയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും വിവാഹത്തിനൊക്കെ നല്ല മുഹൂർത്തമാണ്. അതുകൊണ്ടാണ് ഇത്രയധികം വിവാഹം അവിടെ വെച്ചിട്ട്, അതും കണ്ണൻ്റെ മുന്നിൽ വെച്ചിട്ട് അന്ന് നടത്തുക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും താല്പര്യമുള്ളതല്ലേ.
എല്ലാവരും അതൊരു ഭാഗ്യമായിട്ട് കരുതുന്നതാണ്. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളുക. എല്ലാവരും ഇതൊന്ന് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. കാരണം നാളെ അവിടെ വന്നിട്ട് ചുറ്റിത്തിരിയുന്നതിനും ബദലായിട്ട് ഇന്നിപ്പോൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ ഏകദേശം ഒരു ധാരണ വന്നാൽ അവിടെ ചെന്നാൽ എവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങോട്ടാണ് പോകേണ്ടത്, ഏതിലെയാണ് വിവാഹക്കാർ പോകേണ്ടത് എന്നൊക്കെ ഒന്ന് അറിഞ്ഞാൽ നല്ലതാണല്ലോ. അതാണ് പാർക്കിംഗ് സെക്ഷൻ തെക്കേ നടയിലുണ്ട്. തെക്കേ നടയിൽ തന്നെ കൗസ്തുഭത്തിൻ്റെ അവിടെയുണ്ട്. പിന്നെ കുറച്ചും കൂടി ഇങ്ങോട്ട് പോന്നാൽ തെക്കേ നട ദാരുശില്പത്തിൻ്റെ അവിടെ ഉണ്ട്. അതുകൂടാതെ